ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 ദിവസം മുന്നേ ഞാനിട്ട എൻ്റെ വീഡിയോയിൽ കുറച്ച് വ്യൂസും അതുപോലെ കമൻറ്റും ലൈക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ട്ടോ. എന്നെ അറിയാത്ത കുറച്ച് ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടു. അതേപോലെ തന്നെ എനിക്ക് കമൻറ്റ് ചെയ്തു. ഒരുപാട് കമൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ കമൻറ്റ്സോ ഒരു 5ഓ 6ഓ ലൈക്കൊക്കെ കിട്ടിയപ്പോഴും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ട്ടോ. അതെൻ്റെ ഫസ്റ്റ് വീഡിയോയും കൂടി ആയിരുന്നു കേട്ടോ. രാവിലെ എണീറ്റേക്കന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കണം കേട്ടോ. ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് മക്കളെയൊക്കെ വിളിക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കും. പിന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവിലെ ചായ വേണമെന്ന് നിർബന്ധമല്ല, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാറേ ഇല്ല എന്ന്. ഞാനിങ്ങനെ വിചാരിക്കും എങ്ങനെ ചായ കുടിക്കാതെ പറ്റുന്നു എന്നുള്ളത് കേട്ടോ. ഞാൻ രാവിലെ അടുക്കളയ്ക്ക് പോകുമ്പോൾ തന്നെ ആദ്യം ചെയ്യണ കാര്യം എന്താണെന്നറിയോ? ആ കർട്ടൻസൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കും, ജനലൊക്കെ ഒന്ന് തുറന്നിടും. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഗ്ലാസ് ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ കാട്ടുന്നതാണ് ഈ ഹാളിലത്തെ കർട്ടൻസൊക്കെ ഒന്ന് പൊന്തിച്ച് വെക്കുക, ജനലൊക്കെ തുറന്ന് വെച്ചിട്ട് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുക എന്നുള്ളത്. എനിക്ക് എല്ലാ റൂമിലത്തെയും ഹാളിലത്തെയൊക്കെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടണം. പിന്നെ നമ്മുടെ ഹാളിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, ജനലൊക്കെ തുറന്നിട്ടാൽ തന്നെ നല്ല വെളിച്ചമാണ് കേട്ടോ. ഇവിടെ ഞാൻ ലേറ്റ് ഇടുക വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകും. മക്കൾ രാവിലെ സ്കൂളിലേക്ക് ചോറാണ് കേട്ടോ കൊണ്ടുപോകൽ. ഞാനും ഈ അടുപ്പും തമ്മിൽ രാവിലെ ഒരു യുദ്ധം കഴിയും കേട്ടോ. ഇതൊന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ നല്ല സമയമെടുക്കും. നമ്മളെ വീട്ടിൽ പഴയ വീട്ടിൽ അടുപ്പ് പണ്ടത്തെ അടുപ്പായിരുന്നു കേട്ടോ. അതാകുമ്പോൾ കത്തിക്കാനും ഒക്കെ എളുപ്പമായിരുന്നു. പക്ഷേ ഈ അടുപ്പ് പറഞ്ഞാൽ എന്തോ ഒരു വാശിക്കാരെ പോലെയാണ്, കത്തിപ്പിടിച്ച് കിട്ടാൻ നല്ല സമയമെടുക്കും. കുറേ കടലാസും കുറേ കത്തിച്ച് അത് കഴിഞ്ഞിട്ട് കുറേ ഊതി കൊടുത്തിട്ടൊക്കെയാണ് ഇതൊന്ന് കത്തിപ്പിടിച്ച് വരിക. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോഴത്തേനും അത് കെട്ട് കിടന്നിട്ടുണ്ടാവും. പിന്നെ അത് കത്തിക്കുക. ഇതാണ് ഒരു അരമണിക്കൂറോളം ഈ ഒരു അടുപ്പുമായിട്ട് ഞാൻ ഒരു മൽപ്പിടുത്തം നടക്കും. എന്നിട്ടാണ് ഈ അടുപ്പൊന്ന് കത്തിപ്പിടിച്ച് വരികയുള്ളൂ. ഇനി ഈ അടുപ്പ് ഉപയോഗിച്ച് ശീലമില്ലായിട്ടാണോയെന്നും എനിക്കറിയില്ല കേട്ടോ. ശീലമായി വരുമ്പോൾ ശരിയാവുമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുക പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലും ഞാനത് വേഗം കഴുകി വെക്കും കേട്ടോ. രാത്രി എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എല്ലാ ഭാഗവും വൃത്തിയാക്കിയതിന് ശേഷം കേട്ടോ ഞാൻ കിടക്കുള്ളൂ. രാവിലെ എനിക്ക് അടുക്കള തുറന്ന് നോക്കുമ്പോൾ അതേ വൃത്തിയിൽ ഇങ്ങനെ അടുക്കള കാണണം. അല്ലാതെ അവിടെ ഇവിടെയും പാത്രങ്ങളും കറിയും അങ്ങനെയൊന്നും വെച്ച് കണ്ടാൽ എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ കഴിഞ്ഞ്. അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങനെ വൃത്തിയാക്കി വെക്കും. പിന്നെ രാവിലേക്ക് ദോശയും മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി പറഞ്ഞാൽ ഉള്ളി വാട്ടിയിട്ടുണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഉള്ളി നേരത്തെ ഞാൻ വാട്ടി വെച്ചു. കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങാനിട്ടിരിക്കുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും. ഞാൻ എപ്പോഴും അങ്ങനെ മുട്ട പുഴുങ്ങാനിട്ട് കുക്കറിലാണ്. ഒരു വിസിലടിച്ച് മാറ്റി വെച്ചാൽ പിന്നെ അത് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ. ഇന്ന് പക്ഷേ കുറേ സമയമെടുത്തു കേട്ടോ വിസിലടിക്കാൻ. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ വോയിസ് കൊടുത്തപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ കുറേ സമയം എടുത്തിട്ടാണ്, അതൊരു 3 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു. അത് ഞാനൊരു 2 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും വോയിസ് കൊടുക്കാൻ. കാരണം അത്രയും ടൈം എടുത്തിട്ട് എനിക്ക് പേടിയും എങ്ങനെ ആകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ അത്ര ടെൻഷനും പേടിയൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മക്കളിന്ന് സ്കൂളിലേക്ക് ചോറിന് കൊണ്ടുപോകുന്നത് സോയാബീൻ അച്ചാറാണ് കേട്ടോ. എല്ലാ മക്കൾക്കും എന്ത് കറിയായാലും അതൊന്ന് മാറ്റി പിടിക്കണം, അല്ലെങ്കിൽ പലതരം ഉപ്പേരി വേണം, പലതരം കറികൾ വേണം പറഞ്ഞിട്ടാവും. ഒരു 100ൽ 90% മക്കൾ അങ്ങനെയൊക്കെയാവും. പക്ഷേ എൻ്റെ മക്കൾ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് മാസത്തിൽ 30 ദിവസവും സ്കൂളുണ്ടെങ്കിൽ ആ 30 ദിവസവും സോയാബീൻ മതി. ഞാൻ ചിലപ്പോൾ പറയും ഒന്ന് മാറ്റി പിടിച്ചൂടെ, വല്ല ഉപ്പേരിയോ കറിയൊക്കെ കൊണ്ടുപോയിക്കൂടെയെന്ന്. അത് പറ്റില്ല, അവർക്ക് സോയാബീൻ തന്നെ വേണം. എന്നാൽ ഈ സോയാബീൻ കൊണ്ടുപോയി കരുതിയിട്ട് അത് ഫുള്ള് കഴിച്ചിട്ട് വരുമൊന്നുമില്ല. പകുതി ചോറ് അതേപോലെ ഇങ്ങോട്ട് കൊണ്ടും. ഇത് സഹി കെട്ടിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ പറയും ഇനി മുതൽ നിങ്ങൾക്ക് ഞാൻ ചോറും കറിയൊന്നും തരുന്നില്ല, നിങ്ങൾ സ്കൂളിലേക്ക് പ്ലേറ്റ് കൊണ്ടുപോയിക്കോ. ഇത് രാവിലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ അത് പറഞ്ഞാൽ ഒരു 2 ദിവസം അവർ കഴിച്ചിട്ട് വരും. പിന്നെയും പഴയതുപോലെ ബാക്കി വെച്ചിട്ട് വരും കേട്ടോ. ഈ ടോ ടോ എന്നുള്ളത് കൂടിക്കൂടി വരുന്നുണ്ടല്ലേ. എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമാണ് ടോ ടോ എന്നുള്ളത്. അത് ഞാൻ മാറ്റി പിടിക്കാൻ ശ്രമിക്കലുണ്ട്. ശരിയാവും. ഈ ചോറിനൊക്കെ കറി തന്നെ അവർ ഇപ്പോഴാണ് കൂട്ടി തുടങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ വെറും ചോറും അച്ചാറും അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുക. എനിക്കിത് കാണുന്നത് തന്നെ ഇഷ്ടമല്ല.
ഞാൻ പറയും കുറച്ച് കറിയൊക്കെ കൂട്ടി കഴിക്കടാ പറഞ്ഞാലും അവർ കഴിക്കലില്ല. അപ്പോൾ അവരുടെ പാത്രവും ചോറും ഒക്കെ ഞാൻ ബാഗിലാക്കി വെച്ചിട്ട് എന്നിട്ടേ ഞാൻ ദോശ ചുടാനൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. സ്കൂളിലേക്കുള്ളത് ഫുള്ളും ഞാൻ ബാഗിലാക്കി വെക്കും. രണ്ടാമത്തെ മോൻ പിന്നെ പ്ലേറ്റാണ് കൊണ്ടുപോകാം. അവനിക്ക് കുഴപ്പമില്ല, അവൻ പറയും പ്ലേറ്റ് കൊണ്ടുപോകാമെന്ന്. പക്ഷെ മൂത്താൾ ചോറേ കൊണ്ടുപോകുള്ളൂ. അവനിക്ക് ഇങ്ങനെ വരി നിന്നിട്ട് ചോറ് വാങ്ങി കഴിക്കാനൊന്നും പറ്റൂല, ഇഷ്ടമല്ല, എനിക്ക് വയ്യ അമ്മ പറയും. അപ്പം എന്നാൽ ശരി, അവന് ചോറും കൊടുത്തയക്കും, രണ്ടാമത്തെ ആൾക്ക് പ്ലേറ്റും കൊടുത്തയക്കും. ചില ദിവസങ്ങളിൽ ഇവനെ കണ്ടിട്ട് അവൻ പറയും ഞാനും ചോറാണ് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ അവൻ അങ്ങനെയും കൊണ്ടുപോകും കേട്ടോ. ദോശയൊക്കെ ഞാൻ ആക്കി വെച്ചതിന് ശേഷം, മാവൊക്കെ ആക്കി വെച്ചതിന് ശേഷം പിന്നെ അവരുടെ സ്കൂളിലേക്കുള്ളതൊക്കെ റെഡിയാക്കി ബാഗ് ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചാലുള്ളൂ എനിക്കൊരു സമാധാനം കേട്ടോ. അവർ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി വരുമ്പോഴത്തേനും ഞാൻ ചൂട് കൊടുക്കണ ദോശ ചുട്ട് കൊടുക്കുക ചെയ്യാറ് കേട്ടോ. മൂത്ത മോൻ വന്ന് അവനക്ക് നാസ്തയൊക്കെ വേണം പറഞ്ഞിട്ട് അവൻ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആൾ വന്നിട്ടില്ല, അവൻ കുളിക്കാൻ നിൽക്കണുള്ളൂ കേട്ടോ. ഇവരെങ്ങനെയാണെന്നറിയോ, വണ്ടി വരുന്ന സമയത്താവും ചിലപ്പോൾ മൂത്ത ആൾ കുളിക്കാൻ നിൽക്കുക. ഈ വണ്ടി ഇങ്ങനെ കാത്തു നിന്നിട്ട് ഒരു ദിവസം ഓട്ടോക്കാരൻ പറഞ്ഞു, ഇനി നിങ്ങൾ വേറെ വണ്ടി നോക്കിക്കോ, എനിക്ക് വയ്യ, എല്ലാവരും എന്നെ ചീത്ത പറയണേന്ന്. ഈ റംബൂട്ടാൻ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്നതാണ് കേട്ടോ. അവരെ വീട്ടിൽ നിറച്ചുണ്ട്. അപ്പോൾ ഈ ഒരു സീസണായിട്ട് തന്നെ എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ തന്നു. ഇത് ഞാനും മക്കളൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ബാക്കി ബാലൻസ് ഉള്ളതാണ്. മക്കൾ പോണതിൻ്റെ മുന്നേ ഇത് മീനൊക്കെ ഞാൻ കായം തേച്ച് വെച്ചിട്ടോ. അവർ പോയി കഴിഞ്ഞ് കറിയൊക്കെ വെക്കുമ്പോഴാണ് പിന്നെ ഇത് പൊരിക്കുക പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേ കാരം. നമ്മളെ നാട്ടിൽ ഇതിന് മീൻ വറുക്കുക പറയണതിന് പൊരിക്കുക എന്നൊക്കെ പറയും. മക്കളൊക്കെ ഒരുക്കി നിർത്തി വണ്ടി വന്നപ്പോൾ അവർ പോയി. അവരെ പിന്നെ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല, അവർ വണ്ടി വന്നാൽ അവരെ കയറി പോയിക്കോളും. അവർ പോയതിന് ശേഷമാണ് എന്ത് കറി വെക്കും, എന്ത് ഉപ്പേരി വെക്കും എന്നൊക്കെ ആലോചിക്കുക കേട്ടോ. അവർക്ക് വേണ്ടാത്തതാണ് ഈ കറിയും ഉപ്പേരിയൊക്കെ. പിന്നെ ഞാനൊരാൾ അല്ലെങ്കിൽ ഇക്ക വരികയാണെങ്കിൽ ഇക്കക്ക് അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഇക്ക അങ്ങനെ ഉപ്പേരി വേണമെന്നൊന്നുമില്ല. തൈരായാലും കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടി കഴിക്കും. മക്കൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് പുറത്ത് ചെടിയൊക്കെ നട്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കേടുവന്ന ഇലയൊക്കെ മാറ്റി പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് എന്നിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് പിന്നെ കയറുക. എനിക്ക് ഈ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം പറിച്ച് കളയണം കേട്ടോ. 4 പുറം എപ്പോഴും നല്ല വൃത്തിയിൽ കിടക്കണം, അല്ലെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ്. അതേപോലെ തന്നെ കേട്ടോ, അകത്തെ പണികളൊക്കെ കഴിഞ്ഞ് കറി വെക്കലും അടിച്ചു വാരലും തുടയ്ക്കലും അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ട് എനിക്ക് ചോറ് കഴിക്കാൻ വയ്ക്കുള്ളൂ കേട്ടോ. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ പണികളൊക്കെ അവിടെ കിടക്കട്ടെ ആദ്യം കഴിക്കുക എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുളി, അങ്ങനെയൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കത് പറ്റൂല എന്ന്. ഇക്കിൻ്റെ കുളി കഴിഞ്ഞ് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ. ഇക്ക് ളുഹർ ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും എൻ്റെ പണികളൊക്കെ കഴിയണം. ചില ദിവസങ്ങളിൽ ഞാൻ റൂം വൃത്തിയാക്കാൻ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അലമാര വൃത്തിയാക്കാൻ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഇത്തിരി സമയമാകും. എന്നാലും ഞാൻ മാക്സിമം ഒരു 1 മണി 1:30 അതിനപ്പുറം പോകില്ല. ഈ വൃത്തിയാക്കാനൊക്കെ എക്സ്ട്രാ വൃത്തിയാക്കാനൊക്കെ നിൽക്കുന്ന സമയത്താട്ടോ അങ്ങനെ. ചില സമയത്ത് എൻ്റെ പണിയിലുള്ള വെപ്രാളൊക്കെ കണ്ട് മോൻ ചോദിക്കും, എന്താ അമ്മ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടോ എന്ന്. അവർക്കറിയില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞാലുള്ളൂ നമുക്കൊരു സമാധാനമുള്ളൂ എന്ന്. ഞാനുൾപ്പെടെ എല്ലാ വീട്ടമ്മമാരും അധികം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ, പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഇരിക്കുമ്പോഴൊരു സമാധാനം. അത് പറഞ്ഞാൽ അറിയില്ല, അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായങ്ങളൊക്കെ പറയണമെന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.